ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പൊങ്കാലയുടെ വീഡിയോ ആണ്. അപ്പോൾ ഈ പൊങ്കാലയ്ക്ക് ഇച്ചിരി സ്പെഷ്യലാണ്, കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്കിടുന്നൊരു പൊങ്കാലയാണ്. അപ്പം ബാക്കി എല്ലാ പൊങ്കാലയെന്ന് വെച്ചാൽ അമ്മയുടെ പോകും, അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്ത് ഇങ്ങനെ നടക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം ആറ്റുകാൽ പൊങ്കാല എനിക്ക് ഇടാൻ പറ്റത്തില്ല, കാരണം എനിക്ക് പീരീഡ്സ് ആയിരുന്നു. അപ്പം ആ ഒരു വിഷമത്തിൽ ആറ്റുകാൽ പൊങ്കാല ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, കുഞ്ഞിലെ എന്തോ വന്നിട്ടിട്ടേ ഉള്ളൂ, അത് വേറൊരു കാര്യം. അപ്പോഴത്തേക്കും ഉണ്ണിയെടുത്ത് പറഞ്ഞ് എനിക്ക് പൊങ്കാല ഇടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും ഇടണമെന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് കരിക്കകത്ത് പൊങ്കാലയാണെന്ന് ഞാനിങ്ങനെ ഏതോ ഒരു റീലിൽ കണ്ടത്. അപ്പം ഞാൻ ഉണ്ണിയെടുത്ത് പറഞ്ഞപ്പോൾ ഉണ്ണി പറഞ്ഞു എനിക്ക് വ്രതം പിടിച്ചോ ഇടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വ്രതമൊക്കെ പിടിച്ച് ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന് എന്നത്തേക്കാന്നൊക്കെ വ്രതമൊക്കെ പിടിച്ച് ഇങ്ങനെ കാത്തിരുന്ന് അന്ന് ഉണ്ണി ലീവ് എടുത്തിട്ട് നമ്മൾ രണ്ടുപേരും കൂടി രാവിലെ പൊങ്കാല ഇടാനൊക്കെ പോയി. നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 7:45 ആയപ്പോൾ അവിടെ എത്തി നേരെ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് പോകാമെന്ന് കരുതി വണ്ടി കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ എവിടെയും പാർക്കിങ്ങും ഇല്ല. പിന്നെ നമ്മളങ്ങ് അറ്റം വരെ പോയിട്ട് തിരിച്ച് ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ നോക്കിയപ്പോൾ പാർക്കിങ് എൻ്റെ ബാക്കിലുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കാം. അപ്പോൾ പൊങ്കാല കഴിയുമ്പോൾ നമുക്ക് പോകാനും എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടെ തന്നെ നിന്ന് പൊങ്കാലയിട്ട് അങ്ങനെ കറക്റ്റ് 9:15 പൊങ്കാലയുടെ അടുപ്പ് കത്തിച്ച് തുടങ്ങി. എനിക്ക് പൊങ്കാല ഇടാനൊന്നും അറിയത്തില്ലെങ്കിലും ആഗ്രഹം അത് നടത്തണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു അമ്മുമ്മയെ കിട്ടി. അമ്മുമ്മയുടെ പേര് വാസന്ത. അങ്ങനെ അമ്മുമ്മ എനിക്ക് എല്ലാം ചെയ്തു തന്നത് ഒത്തിരി നന്ദിയുണ്ട്, കാരണം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് അടുപ്പിൽ പോലും ഞാൻ എല്ലാം കുത്തിക്കയറ്റി വെച്ച് അമ്മമ്മ ലാസ്റ്റ് എല്ലായിടത്തും മാറ്റിയിട്ട് എനിക്ക് നേരെ കത്തിച്ചൊക്കെ തന്ന് അങ്ങനെ എല്ലാം ശരിയാക്കി തന്ന് അങ്ങനെ ലാസ്റ്റ് എൻ്റെ പൊങ്കാലയൊക്കെ നല്ല സക്സസ് ആയിട്ട് കഴിഞ്ഞു. പക്ഷേ ഇച്ചിരി വെയിലുണ്ടായിരുന്നു. പിന്നെ നമ്മളാരും അങ്ങനെ അടുപ്പിലൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കും ആ പുക അടിക്കുമ്പോഴേ ഞാൻ കുഴഞ്ഞു പോയി, ഒരു വിധത്തിൽ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ പൊങ്കാലയൊക്കെ ഇതാ തിളച്ചൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരാഗ്രഹം നടന്നു, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ ഇനി കൊണ്ടുപോകില്ല എന്നുണ്ണി പറഞ്ഞു, കാരണം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഉണ്ണി എനിക്ക് മരുന്ന് മേടിക്കേണ്ടി വന്നു. എനിക്ക് മൈഗ്രെയിൻ തുടങ്ങി. വൈകുന്നേരം വീട്ടിൽ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മൈഗ്രെയിനായി. സാരമില്ല, അതൊക്കെ കുറച്ച് വൈകുന്നേരത്തെ ഇച്ചിരി നേരത്തെ പ്രശ്നമല്ലേ ഉള്ളൂ ഞാൻ ഉണ്ണിയെടുത്ത് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ ഫുഡുണ്ട്. രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് പൊങ്കാല കഴിയുന്ന സമയത്ത് ഫുഡുണ്ട്. കാരണം പിന്നെ ഉണ്ണിയെ പോയി മേടിച്ചുകൊണ്ടുവന്ന് എൻ്റെ കാലവിടെ ഉറയ്ക്കുന്നില്ല, എന്ത് പറ്റിയെന്നാന്ന് എനിക്കറിയത്തില്ല. ചവിട്ടാൻ പോലും പറ്റുന്നില്ല, എൻ്റെ കാലൊക്കെ വിറയ്ക്കുമായിരുന്നു. ഞാൻ കൊള്ളാത്ത വെയിലും ചൂടും ആയതുകൊണ്ടായിരിക്കും കാലൊക്കെ വിറച്ചിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്നെ ഒരിടത്ത് ഇരുത്തിയിട്ട് ഉണ്ണി നേരെ പോയി ഫുഡ് മേടിച്ചുകൊണ്ട് തന്നു. ഫുഡൊക്കെ ഞാൻ കഴിച്ച് അതിനുശേഷം നമ്മളൊന്ന് ചുമ്മാ നടക്കാമെന്ന് പറഞ്ഞിട്ട് നടന്ന് ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇതിനകത്തൊന്നും ഞാൻ അല്ലാതെ കയറിയിട്ടില്ല. അങ്ങനെ നേരെ ഇതിനകത്തൊക്കെ വന്നൊന്ന് കയറി അവിടെയൊക്കെ നടന്നൊരു പകുതി ഇതിപ്പം ഞാൻ ഉണ്ണിയെടുത്ത് വാങ്ങി നമുക്ക് തിരിച്ച് പോവാം. അവൻ പൊങ്കാല ഇട്ടില്ലെങ്കിലും അവനും കുഴയും, കാരണം അത്ര വെയിലത്തല്ലേ നിൽക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ തണലത്ത് വന്നിരുന്നു. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം വണ്ടിയുടെ അടുത്ത് പോയിരുന്നു. വണ്ടിയുടെ അടുത്ത് നിന്ന് കുട എടുക്കണമായിരുന്നു. അങ്ങനെ വണ്ടിയുടെ അടുത്ത് പോയി. അമ്മാമ്മ ഇതാണ്, പക്ഷേ അമ്മാമ്മയുടെ മുഖം എനിക്ക് കിട്ടിയില്ല. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് പിന്നെ ഒരു ബാക്ക് സൈഡ് ഇങ്ങനെ സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ നേദിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചിനി വീട്ടിൽ പോവുകയാണ്. അങ്ങനെ നേരെ തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ വന്ന് കഴിഞ്ഞും കയറി ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് മൈഗ്രെയിനും പീരീഡ്സും എല്ലാം ആയി. പക്ഷേ ദൈവം എന്നെ അത്രയും നേരം കാത്തതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ പൊങ്കാല ഇടും. നല്ല രസമാണ്. ഒരു ഇച്ചിരി നേരത്തെ പ്രശ്നമേ ഉള്ളൂ. ഒരു രാത്രി കഴിയുമ്പോൾ പിറ്റേന്നാകുമ്പോൾ നമ്മളത് ഓർക്കത്ത് പോലും ഇല്ല. അങ്ങനെ ആ ചൂടൊക്കെ സഹിക്കാൻ വയ്യാതെ നേരെ ഉണ്ണി എനിക്ക് വന്നൊരു വാട്ടർ മെലൺ നല്ല തണുപ്പോടുകൂടി വാങ്ങിച്ച് തന്ന് അങ്ങനെ ഞാൻ സന്തോഷമായിട്ട് വീട്ടിൽ പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.